ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം 100 ശ്ലോകങ്ങൾ ഉള്ളതിൽ 25 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രശസ്ത സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രമുഖ ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ദീർഘകാലത്തെ വേദാന്ത പരിചയം കൊണ്ടും സ്വന്തം മനനശക്തി കൊണ്ടും ആർജിച്ചെടുത്ത തത്വങ്ങളെ ഗുരു ഈ കൃതിയിൽ ക്രോഡീകരിക്കുന്നു. പരമമായ സത്യം അറിവാണ്, അതാണ് ആത്മാവും. പരമാത്മാവ് അറിവിൻ്റെ രൂപത്തിൽ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ഈ ആദിമഹസിനെ നാം സാക്ഷാത്കരിക്കണം. ഇതാണ് ആത്മോപദേശ ശതകത്തിൽ പരാമർശിക്കപ്പെടുന്ന ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഗുരുദേവൻ ധ്യാനാനന്തരം ആത്മാനുഭൂതി അനുഭവിച്ചിട്ട് അരുവിപ്പുറത്ത് വിശ്രമിക്കുമ്പോഴാണ് ആത്മോപദേശ ശതകം എന്ന കൃതി രചിച്ചത്. ആത്മോപദേശ ശതകത്തിലെ ശ്ലോകം 1. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും ഒത്തു പുറത്തുമുജ്ജലിക്കും കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു അണങ്ങിയതോതിടണം. അറിവിലും അതിലുപരി അറിവിലേറി അറിയുന്നവൻ്റെ ശരീരത്തിലും ഒന്നുപോലെ ഒത്തുചേർന്ന പുറത്തും ബാഹ്യ പ്രപഞ്ചാംശങ്ങളിലും ഉജ്ജ്വലിക്കുന്ന കരുവായ ആത്മബോധത്തിന് 5 കണ്ണുകളെയും ജ്ഞാനേന്ദ്രിയങ്ങളായ കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക് ആത്മാവിൽ അടക്കി ഏകത്വമാക്കി തെരുതെരെ വീണു വണങ്ങി വേണം ഒരുവൻ ആത്മോപദേശം ഓതേണ്ടത്. ഇത് ആത്മോപദേശ ശതക ധ്യാന മന്ത്രമാണ്. ധ്യാനത്തിലൂടെ മാത്രമേ ഇത് ഉച്ചരിക്കാവൂ. ആത്മജ്ഞാനം നേടേണ്ടവർ ഇത് അനുഷ്ഠിക്കണം. അറിവ് അറിയുന്നവൻ്റെ ദേഹബോധം അതിനപ്പുറത്തുള്ള ചേതനാ സ്വരൂപങ്ങളായ പ്രപഞ്ചത്തിലും ഒന്നുപോലെ ഒന്നായി ഉജ്ജ്വലിക്കുന്നതാണ് പ്രകാശം. ഇവിടെ അറിവും അറിയുന്നവനും രണ്ടല്ല. ഈ ബോധത്തിലാണ് ആത്മപ്രകാശം സ്ഫുരിക്കുന്നത്. ഇതിനെ കാഴ്ച, രുചി, ഗന്ധം, കേൾവി, സ്പർശം ഇവകളിൽ നിന്ന് നാം നമ്മെ തന്നെ വ്യാവർത്തിച്ച് ഉള്ളടക്കം ചെയ്ത് തുടരെയുള്ള നമസ്കാരകൃത്യം നിർവഹിക്കണം. അറിവ് തന്നെ തിരിച്ചറിയാനുള്ള ശക്തി നൽകുന്നു. തൻ്റെ ശരീരം ആദ്യം തിരിച്ചറിയുന്നു. താനും അറിവും ഒന്നാണെന്ന ബോധം ഉണ്ടാകുമ്പോൾ സപ്രപഞ്ച ഘടനകളെ തിരിച്ചറിയുകയായി. ഇതാണ് ഒരു ആത്മജ്ഞാനിയിൽ വേണ്ട പ്രാഥമിക യോഗ്യത. ഇവിടെ നിന്നും കർമ്മേന്ദ്രിയങ്ങളെ അടക്കൽ എന്ന പ്രക്രിയയിലേക്ക് നീങ്ങി ആത്മാവിനെ ഒറ്റയ്ക്ക് പ്രകാശപ്രവേഗത്തിന് തയ്യാറാക്കി ഓതുക എന്ന് ഗുരു അരുളുന്നു. ശ്ലോകം 2. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവെളി തന്നിൽ ഉയർന്ന ഭാനുവാൻ തൻ തിരുവുരുവാണു തിരഞ്ഞു തേറിടണം. അന്ധകരണമായ മനസ്സും ഇന്ദ്രിയങ്ങളും സ്വന്തം ശരീരം മുതലുള്ള അനേകം ജഗത്തും ആലോചിച്ചാൽ സകലതും ശ്രേഷ്ഠമായ ചിത്താകുന്ന പരമാത്മാവാകുന്ന ആകാശത്തിൽ പ്രകാശിക്കുന്ന പരമാത്മ സൂര്യൻ്റെ പ്രേമമാണ്. ഇത് അന്വേഷിച്ചറിഞ്ഞുകൊള്ളണം. മനുഷ്യ മനസ്സും ശരീരവും എന്നല്ല, സകല ജഗതാംശങ്ങളും ചിദംബരത്തിൽ സ്വയം പ്രകാശിച്ചിരുന്ന സൂര്യനാണ് എന്നതിൽ സംശയമില്ല. ഒരേ പരമാത്മാവിൻ്റെ ദിവ്യ രൂപങ്ങളാണ് സകലതും. ഈ ജ്ഞാനം വെറുതെ ഉദിക്കുന്നതല്ല. ഉദിച്ചാൽ തന്നെ അനവധി സംശയങ്ങളോടെ വികല്പങ്ങളോടെ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. അപ്പോഴും പരമാത്മ ദിവ്യരൂപം ചിതാകാശത്തിൽ സ്ഫുരിക്കുന്നില്ല. അതുകൊണ്ടാണ് തിരഞ്ഞു തേറിയിടണമെന്ന് ഗുരു അരുളുന്നത്. ഗുരുവിനത് അനുഭവമാണ്. അനുഭവത്തിൻ്റെതായ ദിവ്യസാക്ഷി മൊഴിയാണിത്. പഞ്ചഭൂതാത്മകമായ സകലതും പരവിളി തന്നിൽ ഉയർന്ന ഭാനുമാൻ്റെ തിരുവുരു ആണ്. ഒരേ മണ്ണിൽ നിന്ന് തന്നെ പല പാത്രങ്ങൾ ഉണ്ടാകുന്നു. ഒരേ വൈദ്യുതി തന്നെ പല രീതിയിൽ പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ ഒരേ പരമാത്മ ശക്തിയുടെ പ്രതിസ്ഫുരണങ്ങളാണ് സകലതും. ആത്മാവിൻ്റെ മഹാകാശത്തിൽ ഈ ജ്യോതിസൂര്യൻ ഉദിക്കുന്ന അനുഭൂതി അപ്പോൾ മാത്രമേ ഉണ്ടാകൂ. തത്വമസി, അത് നീയാകുന്നു എന്ന ഉപനിഷത്ത് വാക്യം ഇവിടെ പ്രധാനമാണ്. ഭഗവത്ഗീതയും ശങ്കരാചാര്യൻ്റെ വിവേക ചൂടാമണിയും ഈ ആത്മാവിൻ്റെ സൂര്യനെ വർണ്ണിക്കുന്നുണ്ട്. ഗുരു മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഏക ഉപനിഷത്തായ ഈശോവാസ്യ ഉപനിഷത്തിൽ ആത്മാവിൻ്റെ ഈ സ്വയം പ്രകാശന ശക്തിയെ സൂചിപ്പിക്കുന്നു. ശ്ലോകം 3. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളി മുതലായ വിഭൂതി 5 ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗം വലിയതുപോലെയോ ഭേദമായി വരേണം. ജ്ഞാനത്തിലിരുന്ന് അതിൽ നിന്ന് വിവർത്തമായി വ്യത്യസ്തമായ രീതിയിൽ വർത്തിക്കുന്നതായി കാണുന്ന ആകാശാദി 5 ഭൂതങ്ങളും ആലോചിച്ചാൽ സമുദ്രത്തിൽ നിന്നും ഉയർന്നു പൊന്തി വരുന്ന തിരമാലകൾ എന്ന പോലെ വ്യത്യസ്തമല്ലെന്ന് കരുതണം. ഇവിടെ വെളി ശബ്ദം 2 പ്രാവശ്യം അർത്ഥവ്യത്യാസത്തോടെ ആവർത്തിച്ചിരിക്കുന്നു. ആദ്യത്തെ വെളി ശബ്ദത്തിനെ
നിർവികൽപ്പജ്ഞാനം എന്ന അർത്ഥം പറയാം. വേണമെങ്കിൽ ഇതേ വെളി ശബ്ദത്തിന് വളരെ ലളിതമായി വെളിയിൽ, പുറത്ത് എന്നും അർത്ഥം എടുക്കാം. അപ്പോൾ ആദ്യ വരിയിലെ ആദ്യപദമായ വെളി ശബ്ദത്തിന് രണ്ടർത്ഥം, രണ്ടാം വരിയിലെ വെളി ശബ്ദത്തിന് ആകാശം എന്നും അർത്ഥം. ആത്മജ്ഞാനത്തിന് വെളിയിലിരുന്നു കൊണ്ട് സാധാരണ നാം ആകാശം, മണ്ണ്, വായു, തേജസ്, ജലം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെയും വിവർത്തമായി നിരീക്ഷിക്കുന്നു. ശ്ലോകം 4. അറിവും അറിഞ്ഞിടുമർത്ഥവും പൂമാൻ തന്നറിവും ഒരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ടു വിളങ്ങും മഹത്താം അറിവിലമർന്നു മാത്രമായിടേണം. അറിവും അറിഞ്ഞിടുന്ന പൊരുളും അറിവ് നേടുന്ന ആളും എല്ലാം ആദ്യ ജ്യോതിസ് തന്നെയാണ്. സുലഭമായി വിളങ്ങുന്ന ആ മഹത്തായ അറിവിലമർന്ന് നാം അതുമാത്രമായിടണം. അറിവ് അറിയപ്പെടുന്ന അറിയുന്നവൻ എന്ന പ്രാപഞ്ചികമായ സകല അറിവിനെയും മൂന്നായി തരംതിരിക്കാം. വേദജ്ഞന്മാരാകട്ടെ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്നിങ്ങനെ ഇവയെ തിരിക്കുന്നു. ഈ മൂന്നിൽ പ്രപഞ്ചം മുഴുവൻ സമന്വയിപ്പിക്കാം. ഇത് മൂന്നും ആദിമഹസ് തന്നെയാണ്. ഒരിക്കലും ഒരിടത്തും പ്രപഞ്ചത്തിൽ ഇതിന് വിരളത ഇല്ല. ഇത് മൂന്നും സമന്വയിപ്പിച്ച് ആദിമഹസിൽ അലിയുക എന്നതാണ് പരമമായ ആത്മജ്ഞാനം. ആദിമഹസ് ഇവ മൂന്നും ആണെങ്കിലും യഥാർത്ഥത്തിൽ ജ്ഞാനം എന്ന അറിവാണ്. അതുകൊണ്ട് തന്നെ അത് മഹത്വമാണ്. ആ മഹത്വത്തിൽ വിലയിക്കുക അഥവാ പൊരുളും അതറിയുന്നതിനും അറിവാം അതിമഹസിലമർന്ന് ഒന്നായി തീരണമെന്നതാണ് ധന്യത. ആരായുകിലന്തത്വം ഒഴിഞ്ഞാതിമഹസാം നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം എന്ന് പാടിയ ആശാൻ ഇതറിഞ്ഞിരിക്കണം. ഏതറിവിലും മുൻപറഞ്ഞ 3 ഘടകങ്ങളുണ്ടെങ്കിൽ അത് ആരായുകിൽ ബോധത്തിൻ്റെ 3 തലങ്ങളാണെന്ന് കണ്ടെത്തും. അതറിയപ്പെടുന്ന പദാർത്ഥം അറിയുന്ന ആൾ ഇവയും അറിവിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല. എന്നാൽ അറിയപ്പെടുന്ന പദാർത്ഥം ഇവ കൊണ്ട് അത് സമഗ്രമാകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് സ്വാത്മബോധത്തിൻ്റെ ജ്യോതിസ് കടത്തിവിടുമ്പോൾ മാത്രമേ അറിയപ്പെടുന്ന ആളായി തീരുന്നുള്ളൂ. അറിവും അറിയപ്പെടുന്ന പദാർത്ഥവും ഇവിടെ അവിടെയും ഉണ്ട്. പക്ഷേ എല്ലാവരും അറിയുന്ന ആളായി തീരുന്നില്ലല്ലോ. അപ്പോൾ ആ മഹത്തായ അറിവിൽ അയാൾ വിലയം പ്രാപിക്കണം. ശ്ലോകം 5. ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പൊലികയും ഇല്ലിതു കണ്ടുപോയിടണം. ഉലകവാസികൾ ഉറങ്ങുന്നു, ഉണരുന്നു, പല ആലോചനകളിലും മുഴുകുന്നു. എന്നാൽ ഇതൊക്കെ ഉറ്റുനോക്കി നിൽക്കുന്ന അമൂല്യമായ ഒരു വിളക്കുണ്ട്, സൂര്യൻ. അത് ഉദിക്കുകയും പിന്നീട് പൊലിയുകയും ഇല്ല. ഇത് അറിഞ്ഞിരിക്കുക തന്നെ വേണം. രാത്രിയിൽ ഉറങ്ങുക, ഉണർന്നാൽ പകൽ നാം ചിന്തകളിലൂടെയാണ്. രാവും പകലും സർവസാക്ഷിയായ കർമ്മസാക്ഷിയായ സൂര്യൻ്റെ അസ്തമയത്തിൻ്റെയും ഉദയത്തിൻ്റെയും ഫലമെന്ന് നാം കരുതുന്നു. എന്നാൽ ലോകർ ഉണരാനും ഉറങ്ങാനും അഥവാ ഉദയാസ്തമയങ്ങൾക്ക് കാരണമെന്താണ്? സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. ഭൂമിയുടെ ഭ്രമണം കൊണ്ടുള്ള നമ്മുടെ കേവലം ഭ്രമമാണ് അതിന് ആധാരം. ഉദയഭ്രമത്തിൽ നാം ഉണരുകയാണ്, പലതും ചിന്ത ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഭ്രമകൽപ്പനയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ലളിതം. മാറ്റമില്ലാത്ത ഒന്നിന് മാറ്റമുണ്ടെന്ന് കൽപ്പിച്ചുള്ള ശീലരൂപമായ പെരുമാറ്റ രീതിയാണ് ഉറങ്ങാനും ഉണരാനും തുടർന്ന് പലതും ചിന്തിക്കാനും വഴിയൊരുക്കിയത്. നമ്മുടെ ഈ ഭ്രമണാവസ്ഥകളെല്ലാം ഉറ്റുപാർത്തിരുന്ന ശാശ്വത ദീപം ഏതാണ്? ബ്രഹ്മം തന്നെ. ജ്ഞാനസ്വരൂപമായ ബ്രഹ്മം ഉണരൽ, ഉറങ്ങൽ, ചിന്ത ചെയ്യൽ, ഉദയം, അസ്തമയം ഇവയൊക്കെ ഇല്ലാത്തതാണത്. മാറ്റമില്ലാതെ ഏകമാണ്. അതാണ് പരമാത്മജ്ഞാനം, ബ്രഹ്മം. ഇവിടെ ഗുരു വീണ്ടും വിലമതിയാത്ത വിളക്കായി ബ്രഹ്മത്തെ കൽപ്പിക്കുകയാണ്. സൂര്യ തേജസ്സിൻ്റെ അത്യാരോപ കൽപ്പന ഉപാധിയാക്കിയെന്ന് മാത്രം. ഉറക്കം ഒരുതരം മരണമാണെന്ന് ബഷീർ ഏതോ കഥയിൽ പറയുന്നു. അന്ധകാരം അജ്ഞതയാണെന്ന് പരക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരിക്കലും നശിക്കാത്ത പൊലിയാത്ത ദീപം ഏതാണ്? അറിവെന്ന ആത്മജ്ഞാന സ്വരൂപമായ ഈശ്വരൻ. അജ്ഞാനത്തിൽ നിന്നുള്ള ഉണർവ് ചിന്ത ചെയ്യാനുള്ള പ്രാഥമിക ജീവസ്വരൂപത്തെ സൂചിപ്പിക്കുന്നു. അറിയുക, അറിയാൻ അറിയാതിരിക്കുക എന്നീ അവസ്ഥകളെല്ലാം അറിവിൻ്റെ ഉദയാസ്തമയങ്ങൾ കൊണ്ടുണ്ടാകുന്നതല്ല. കാരണം ആരും കൊളുത്തിവെക്കുന്ന ദീപമല്ലത്. അതിന് ഉദയാസ്തമയങ്ങൾ ഇല്ല. ശ്ലോകം 6. ഉണരണമെന്നി ഉറങ്ങണം ഭുജിച്ചിടണം അശനം പുണരേണമെന്നീ വണ്ണം അണയുമനേക വികൽപ്പമാകയാലാ ഉണരുവതുള്ളൊരു നിർവികാര രൂപം. ഉണരണം, ഇനി ഉറങ്ങണം. അല്ല, വിശക്കുന്നു, ഭക്ഷണം കഴിക്കണം, ഭോഗസുഖം വേണം എന്നിങ്ങനെ അനവധി
വികൽപ്പ കൽപ്പനയ്ക്ക് അതീതമായാണ് മനുഷ്യർ. അതിനാൽ ആരാണ് വാസ്തവത്തിൽ ഉണരുന്നത്? വാസ്തവത്തിൽ ഉള്ളാകട്ടെ, അതായത് മനസ്സാകട്ടെ, യാതൊരു വികാരവുമില്ലാത്ത രൂപമാണെന്നാണ് സത്യം. ഉണ്ണണമെന്നും ഉറങ്ങണമെന്നും പെണ്ണുങ്ങളോട് ശയിക്കണമെന്നും മാത്രമേ അതിഭൗതികതയിൽ മുഴുകുന്ന 18-ാം നൂറ്റാണ്ടിലെ കേരളീയ ജനതയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്പ്യാർ പരിഹസിക്കുന്നുണ്ട്. മൃഷ്ടാന്ന ഭോജനം, സുഖശയനം, ഭോഗാസക്തി എന്നിങ്ങനെയുള്ള വികാരങ്ങളിൽ മുഴുകുമ്പോൾ പിന്നെ ഉണരുന്നവർ ആര്? വിശപ്പ് ഒരുതരം വികാരമാണ്, ഭോഗം ഒരുതരം വികാരമാണ്, ഉറക്കവും ഊണും ഉണരലുമെല്ലാം വികാരങ്ങളാണ്. ഇതിന് തൽക്കാലം മതി വന്നാലും വീണ്ടും ശക്തിയായി അവ കടന്നുകൂടുന്നു. അഗ്നിക്ക് ഇന്ധനമാണ് ഭക്ഷണം, എന്നാൽ അതോടുകൂടി അഗ്നിയുടെ വിശപ്പ് ആളിക്കത്തുകയും ചെയ്യുന്നു. ഇത്തരം ആയിരക്കണക്കിന് വിശപ്പിന് വികാരങ്ങൾക്ക് നാം അധീനമായി ഇരിക്കുമ്പോൾ ഉണരുക എന്നത് സംഭവിക്കുന്നതത്ര ഇല്ല. ഉറക്കം മതിയാക്കുക മാത്രം ചെയ്യുന്നു. തൽക്കാലത്തേക്ക് ഉണർന്നെന്ന് നാം വെറുതെ നമ്മെ തന്നെ വിശ്വസിപ്പിക്കുകയാണ്, ഉണരുന്നില്ല. ഉറക്കത്തിൻ്റെയും സുഖഭോഗാസക്തിയുടെയും വികാരങ്ങളിൽ നയിക്കപ്പെടുന്നവർക്ക് സ്വന്തം ഉള്ളറിയാൻ കഴിയുന്നില്ല. കാരണം യഥാർത്ഥമുള്ള മനസ്സ് യാതൊരു മാറ്റത്തിനും വിധേയമാകാത്ത, അതായത് നിർവികാര സ്വരൂപമാണ്. ശ്ലോകം 7. ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണമറിവായത് നിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനി ജനസേവയിൽ മൂർത്തി നിർത്തിയിടണം. ഇനി ഉണരരുത്, അറിവായിട്ട് ഉറങ്ങാതിരിക്കുകയും വേണം. ഇതിന് ശക്തിയില്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം ഉണർന്ന് ജനവിമുക്തമായി വാഴുന്ന മുനിജനങ്ങളുടെ സംസർഗ സേവനങ്ങൾക്കായി ശരീരവും മനസ്സും വിനിയോഗിക്കണം. അറിവായിട്ട് ഉറങ്ങാതിരിക്കണം. ഇനി ഉണരരുത്. ഇവയിലെ വൈരുദ്ധ്യം ശ്രദ്ധേയമാണ്. ഉറക്കം അജ്ഞാന പ്രതീകം. ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ച ഇനി ഉണ്ടാവരുത്. അജ്ഞതയുടെ ബാക്യക്രിയയായി ഇനി ഇടയ്ക്കിടെ ഉണരുന്നത് പാടില്ല. പകരം എന്നും അറിവായി വർത്തിക്കണം. അറിവ് ബ്രഹ്മം തന്നെ. ഇത് നേടിയാൽ പിന്നെ ഉറക്കത്തിനും ഉണർവിനും പ്രസക്തിയില്ല. ഇത് സാധിക്കുവാൻ മനസ്സിനും ശരീരത്തിനും കരുത്തില്ലെങ്കിൽ തൊട്ട് താഴെ പടിയിലേക്ക് ചെന്ന് ഈ അറിവായിരിക്കുന്നതിന് പടവുകൾ അന്വേഷിക്കാം. അതിനാണ് ജനനവിമുക്തരായ ബ്രഹ്മസാക്ഷാത്കൃതരായ സദ്ഗുരുമാരുമായുള്ള സംസർഗം, അവർക്കായുള്ള സേവനം, അവരോടുള്ള സഹവാസം. അവർക്ക് ശിക്ഷപ്പെട്ടാൽ മനസ്സും ശരീരവും ഇതിനായി ഒഴിഞ്ഞുവെക്കും. സാവധാനം അവരിലെ ബ്രഹ്മത്വത്തിൻ്റെ സാധ്യായങ്ങൾ കണ്ടെത്തി സ്വയം അറിവായി, പ്രണവമായി അഥവാ ബ്രഹ്മമായി തീരാം. മനധ്യാനത്തിലൂടെ അറിവായി തീരാൻ ശക്തി പോരാത്തവർ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും. മുനിജനസേവയിൽ മനസ്സും ശരീരവും നിർത്തണമെന്നർത്ഥം. ശ്രീനാരായണ ഗുരു സ്വയം ധ്യാനമനനത്തിലൂടെയാണ് ഈ ബ്രഹ്മത്വം നേടിയത്. ഇതിന് കഴിയാത്തവർക്ക് വേദബ്രഹ്മമാർഗങ്ങൾ തെളിയുന്ന കൃതികൾ തന്നെ ശരണം. ഇത് താഴത്തെ 3-ാം പടവാണ്. അതിലൊക്കെ താഴെയാണ് പ്രാർത്ഥനയും അർച്ചനയും ഉപാസനയും. പടിപടിയായി ഉയരാൻ കഴിയുന്നവർ, സ്വയം അറിവിൻ്റെ പരമാത്മ ബ്രഹ്മമായി തീരുന്നവർ, ഇങ്ങനെ പലവിധമാണ് ഇതിലേക്കുള്ള കോണിപ്പടികൾ. ശ്ലോകം 8. ഒളിമുതലാം പഴമഞ്ചും ഉണ്ടു നാറും നളികയിലേറി നയനെ മാറിയാടും കിളികൾ അഞ്ചും അരിഞ്ഞു കിഴ്മറിക്കും വെളിവുരുവേന്തിയകം വിളങ്ങിടേണം. ശബ്ദം, സ്പർശം, കേൾവി, ദൃഷ്ടി, ഗന്ധം തുടങ്ങിയ 5 പഴങ്ങൾ ഭക്ഷിച്ച് മാംസം, അസ്ഥിമജ്ജ, രക്തം, ശുക്ലം, മേധസ്, രസം എന്നീ നാറുന്ന 7 മലങ്ങളുടെ കൂടായ ശരീരത്തിൽ തരം പോലെ നയേന മാറി ആടിക്കളിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കിളികളെയും അരിഞ്ഞ് കീഴ്മറിക്കുന്ന വെളിവിൻ്റെ ഉരുവായ ആ പരമജ്ഞാനത്തിൻ്റെ ജ്യോതിസ് ആകമാകെ വിളങ്ങണം. അലങ്കാര ഭംഗി തുളുമ്പി നിൽക്കുന്ന ഈ ഭാഗം ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾക്ക്, 5 കിളികൾക്ക് 5 തരം പഴങ്ങളിൽ പ്രതിപത്തിയുള്ളതായി വിധിക്കുന്നു. ചെവിക്ക് ശബ്ദം, ത്വക്കിന് സ്പർശം, നാക്കിന് രുചി, മൂക്കിന് ഗന്ധം, കണ്ണിന് കാഴ്ച എന്നിങ്ങനെ ഈ പഞ്ചേന്ദ്രിയ തത്വങ്ങൾ പഞ്ചഫല ഭോജനങ്ങളാൽ ആസക്തരാണ്. ഇവർ വസിക്കുന്നതോ നാറും നളികയിൽ, മലദുർഗന്ധിയായ ശരീരത്തിൽ. 7 മലങ്ങൾ അടങ്ങിയതാണല്ലോ ഈ ശരീരം എന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ. ആ നാറുന്ന മലപഞ്ചരത്തിൽ ഇഷ്ടഫലങ്ങളിൽ കൊതിപൂണ്ട് ഇന്ദ്രിയങ്ങൾ നയേന മാറിയാടുകയാണ്. കിളികൾ ഒരു പഴം മുഴുവൻ തിന്നുന്നില്ല. ഒന്നിൽ കൊത്തി മറ്റൊന്നിൽ കൊത്തി തത്തിക്കളിച്ച് തിമിർക്കുന്നു. ഈ കിളികളെ അരിഞ്ഞു കിഴ്മറിക്കുമ്പോൾ മാത്രമേ പ്രകാശമയമായ വെളിപാടായി അറിവിൻ്റെ ഓങ്കാര പരശ്രമം വിളിക്കുപോൽ വിളങ്ങുകയുള്ളൂ. ശ്ലോകം 9. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടന്നുയർന്നു മേവും തരിവിനടിക്ക് തപസ് ചെയ്തു വാഴും നരനു വരാം നരകം നിനച്ചിടേണം.
അതീവ വ്യംഗ്യഭംഗി കലർന്ന ഒരു രൂപകാതിശോക്തി അലങ്കാരമണി ഗഹനകാര്യം ലളിതമായി പ്രതിപാദിക്കാൻ ഗുരു ഉപയോഗിച്ചത്. ഇരുപുറവുമായി വരുന്ന 6 അവസ്ഥകളെ ഉളവാക്കി പൂത്തുയർന്ന ഒരു വള്ളി വന്നു പടർന്നുയർന്നു നിൽക്കുന്ന ഒരു മരത്തിനടിക്ക് തപസ് ചെയ്തു വസിക്കുന്ന മനുഷ്യന് നരകം ഒരിക്കലും സംഭവിക്കില്ലെന്ന് മനസ്സിലാക്കണം. ഈ പദ്യം പലവിധ വ്യാഖ്യാനങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ പൂത്തെളിഞ്ഞ ഒരു വള്ളി ചുറ്റി ഇരുപുറവും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കീഴിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് നരകാനുഭൂതി ഉണ്ടാകില്ല എന്നതാണ് ഈ പദ്യം അനുശാസിക്കുന്നതെന്ന് തോന്നാം. ഇരുപുറവും വരുമാർ അവസ്ഥയെ, ഇരുവശവും വരുമാറുള്ള അവസ്ഥ, കൊടി, വള്ളി, തരു, വൃക്ഷം. 6 അവസ്ഥകൾ, ഷഡാധാരങ്ങൾ. മൂലാധാരം മുതൽ ആജ്ഞ വരെ വ്യാപിച്ചു കിടക്കുന്ന മനുഷ്യ ശരീരത്തിലെ 6 ആധാരസ്ഥാനങ്ങളാണ് സൂചന. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇത് മൂലാധാരത്തിൽ തുടങ്ങി പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ആജ്ഞ വരെ ശരീരത്തിന്റെ ഇരുപുറവും ചുറ്റിപ്പണഞ്ഞ് നമ്മുടെ പുരികത്തിന് മധ്യം വരെ നേരെ വിരൽ ചൂണ്ടിയാൽ ധരിക്കുന്ന മർമ്മസ്ഥാനമായ 6ാം ആധാരം വരെ ഒരു വള്ളി പോലെ വ്യാപിച്ചു കിടക്കുന്നു. ഗുരു ഇത് ഒരു മരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന വള്ളിയായി കൽപ്പിക്കുന്നു. അതാകട്ടെ പൂത്തുലഞ്ഞു കിടക്കുന്ന തുഞ്ചത്തിൽ പൂങ്കുലയായി സഹസ്രാര പത്മം. ഈ 6 ആധാരങ്ങളിലൂടെ ഒരാളുടെ ജീവശക്തി സ്ഫുരിക്കുന്നു. ചിലർ ഇതിനെ ഒരു നാഗത്തോടും സാദൃശ്യപ്പെടുത്തുന്നുണ്ട്. ഷഡ്ചിത്രങ്ങളെന്നും ഇതിനെ ചിലർ വ്യവഹരിക്കുന്നു. ശ്ലോകം 10. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനൊരുപ്പതു കേട്ടു താനും മേവം അറിവതിനായവനോട് നീയുമാരെന്നരുളും ഇതിൻ പ്രതിവാക്യമേകമാകും. ഇരുട്ടിൽ ഇരിക്കുന്ന നീ ആരാണ് എന്ന് ഒരുവൻ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ അതേ ചോദ്യം അഥവാ പ്രതിവാക്യമെന്ന മട്ടിൽ നീ ആരാണ് എന്ന ചോദ്യകർത്താവിനോട് തിരികെ പ്രതികരിക്കുന്നു. ഈ രണ്ടിനും ഉത്തരം ഒന്ന് തന്നെയാണ്. ഇരുള് ഇവിടെ അജ്ഞതയാണ്. ലൗകിക ജീവിതത്തിൽ ഓരോരുത്തരും ഇതേ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വരൂപജ്ഞാനമില്ല. അതിനാൽ അപരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യത്തിന് ഉത്തരം ഉണ്ടാകുന്നില്ല. ഉത്തരം പ്രതിചോദ്യമാണ് സംഭവിക്കുക. ഒരിക്കലും ഞാനാര് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നില്ല. കാരണം അവൻ ഇരിക്കുന്നതും അപരൻ മറുചോദ്യം ആവർത്തിച്ചിരിക്കുന്നതും അജ്ഞതയിലാണ്, ഒരിക്കലും ജ്ഞാനത്തിലല്ല, വെളിച്ചത്തിലല്ല. നീ ആര്, പക്ഷെ ഞാനാര് എന്ന് തിരഞ്ഞു കണ്ടെത്താൻ അവന് കഴിയില്ല. കാരണം അഹംബോധത്തിൻ്റെ ഇരുട്ടിലാണ് ഓരോരുത്തരും ഉഴലുന്നത്. ആത്മബോധം ഇവിടെയില്ല. തന്നെ ആദ്യം അറിയുക, അതാണ് അന്യനെ അറിയാനുള്ള ഏക വഴി. പക്ഷേ പ്രാപഞ്ചികൾ എപ്പോഴും അന്യനെ ചോദ്യം ചെയ്യുന്നതിൽ വ്യാപൃതരാണ്. ഞാൻ ആരെന്നുള്ള അറിവ് ലഭ്യമാകുമ്പോൾ നീ ആരെന്ന് ചോദിക്കേണ്ടി വരില്ല. അഹം എന്ന വാക്കിൽ തന്നെ അഹന്തയുടെ ഇരുളടങ്ങിയിരിക്കുന്നു. അത് അറിയുമ്പോഴേ സ്വയം പ്രകാശം നേടണമെന്ന് ബോധമുണ്ടാവുകയുള്ളൂ. ശ്ലോകം 11. അഹമെന്നരുളുന്നതൊക്കെ ആരായുകുൽമേം പലതല്ലേതേകുമാകും അകലും അഹന്ത ഏനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ശരിയാംവിധം അന്വേഷിച്ചറിയുമ്പോൾ ഞാൻ എന്ന് പറയുന്നേതും അനേകമല്ലെന്നും അത് ഏകമാണെന്നും നമ്മുടെ അകപ്പൊരുൾ അനുഭവപ്പെടും. പല ഉപാധികളുടെ പലതായി അനുഭവപ്പെടുന്ന ഈ അഹന്തയും ജീവാത്മതത്വവും ഒന്നായി അനുഭവപ്പെടുന്ന പോലെ തോന്നും. അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ് ഞാൻ എന്നുള്ള ഭാവം. ഇത് പ്രതിവസ്തു പ്രതിബിംബിക്കുന്നു. പക്ഷെ അനേകം ജലപാത്രങ്ങളിൽ അനേകം സൂര്യൻ പോലെയാണിത്. ഇതെല്ലാം ഒരേ സൂര്യബിംബത്തിൻ്റെ പ്രതിബിംബമാണ്. ഈ പ്രതിബിംബങ്ങൾക്ക് കാരണം ജലം തന്നെ. ഈ ജലം എല്ലാം ഒന്ന് തന്നെ, അഥവാ സകല ഞാൻ ഭാവവും ഒന്ന് തന്നെ. പാത്രങ്ങൾക്കനുസരിച്ച് ജീവാത്മാക്കൾക്കനുസരിച്ച് അഹന്തയ്ക്ക് വ്യത്യാസമുണ്ടാകുന്നു. പാത്രങ്ങൾക്കനുസരിച്ച് ജലാകൃതി വ്യതിയാനം പോലെ. പക്ഷെ അഹന്ത പറ്റിയാൽ സൂര്യൻ ഒന്നായി അകംപൊരുളായി ജ്വലിച്ചു നിൽക്കുന്നു. അതായത് അഹന്ത പല രൂപത്തിൽ ജീവാത്മാവിൽ പ്രതിബിംബിക്കുമെങ്കിലും അതിനു കാരണം അജ്ഞത എന്ന മായാമറയാണ്. അത് നീങ്ങിയാൽ പരമാത്മ സൂര്യപ്രഭ മാത്രമായി അവശേഷിക്കുന്നു. നീ ആര് എന്നതിന് പകരം ഞാൻ ആര് എന്ന് ചോദിക്കുന്നതിലേക്ക് മടങ്ങുന്ന ആത്മജ്ഞാന ദർശനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തുക എന്നതിന് അനേകങ്ങളുടെ കൂട്ടങ്ങൾ എന്ന പൊരുൾ കണ്ടെത്തുന്നതാണ് യുക്തമെന്ന് ചില പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട്. ശ്ലോകം 12. തൊലിയുമെലുമ്പുമൊലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാണുക പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരാവരം തരീണം. തൊലി, എല്ല്, മലം, ദുരന്തപൂർണമായ പലതരം അനശോധന കാമനകൾ ഇവയെല്ലാം അഹന്ത അഥവാ ഞാനെന്ന ഭാവത്തിൽ അടങ്ങിയിരിക്കുന്നു.
ഇത് അന്യയ്ക്ക്, അജ്ഞതയ്ക്ക്, അവിദ്യയ്ക്ക് കാരണവുമാണ്. ഒരിക്കൽ ഇതിന് ആധാരഘടകങ്ങളും പൊലിയും. ഇങ്ങനെ പൂർണ്ണതയിലെത്തി ബ്രഹ്മസായുജ്യം മാത്രം സത്യമായി ഭവിക്കും. അതുകൊണ്ട് വലിയൊരു അഹന്ത ഒരിക്കലും വന്നെത്താതിരിക്കാൻ കാരുണ്യത്തോടെ അനുഗ്രഹിക്കണം. മനുഷ്യൻ്റെ അഹങ്കാരത്തിലെ ഘടകങ്ങൾ ഒന്ന് ദേഹചിന്തയാണ്, മറ്റൊന്ന് ഉള്ളിലെ വികാര വിക്ഷോഭങ്ങളാണ്. അപ്പോൾ അകവും പുറവും തിങ്ങി അഹന്ത വരാം. ഇങ്ങനെ സമ്പൂർണമായ അഹന്തയ്ക്കുടമയായി മനുഷ്യൻ തീരാവുന്നതാണ്. തൊലി, എല്ല്, വിവിധ മലങ്ങൾ ഇവയൊക്കെ ദേഹാഭിമാന ഹേതുക്കളാണല്ലോ. സൗന്ദര്യം, ആകൃതി, വിവിധ സുഖങ്ങൾ, ധാരാളം മാലിന്യങ്ങൾ നിമിത്തം അഹന്ത ഉത്ഭവിക്കുന്നു. ഇവിടെ ഒരിക്കലും വിദ്യ എന്ന ആത്മബോധം സംഭവിക്കില്ല. ഞാൻ ശരീരമാണ് എന്ന ചിന്ത നിരവധി മോഹങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അവിദ്യ ഇവിടെ സംഭവിക്കുന്നു. ഈ ബാഹ്യരൂപ രസഗന്ധ സുഖവിന്യാസങ്ങൾ ദുരന്തമാണ്. അതുപോലെ നിരവധി അന്ധകലകൾ ഉയരുന്നു. ഇത് നിമിത്തം വലിയൊരു അഹന്തയുടെ കൂടായി നരൻ തീരാം. ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ് ഗുരുവിൻ്റെ പ്രാർത്ഥന. വലിയൊരു അഹന്ത വരം തരേണം എന്ന ഭാഗം ഡോക്ടർ ടി ഭാസ്കരൻ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു വിധമാണ്. എല്ലും തോലും മലവും അന്തമില്ലാത്ത അന്ധകലകളാൽ മേധസ്, മജ്ജ, മാംസം തുടങ്ങിയവ ചേർന്ന് ഒരഹന്തയുണ്ട്. ദേഹാഭിമാനം നിമിത്തമുണ്ടാകുന്ന അഹന്ത. ഇത് പൊലിഞ്ഞ് പൂർണ്ണമാകുന്ന വലിയൊരു അഹന്തയുണ്ട്. അത് ശ്രേഷ്ഠം തന്നെ. അതിനായി വരം നൽകിയാലും. ശ്ലോകം 13. ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശൻ അകമലയിരട്ടു വണങ്ങിയ ക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റു മനസ്സിലാളിരണം. ത്രിഗുണമയം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, സൃഷ്ടിസ്ഥിതി സംഹാര വൈഭവ ധർമ്മ ഗുണങ്ങൾ എന്നിങ്ങനെ 3 മായാഗുണങ്ങൾ. തിരുനീറ് ദിവ്യഭസ്മം അക്ഷ ഇന്ദ്രിയങ്ങൾ തണിഞ്ഞു ശമിച്ചു. സത്വരജസ് തമോ ഗുണങ്ങളായ ദിവ്യഭസ്മമണിഞ്ഞ പരമേശ്വരനെ അകമലർ അർച്ചന ചെയ്ത് വണങ്ങി ഇന്ദ്രിയാദി പ്രസരം നീങ്ങുകയായി. അങ്ങനെ ആത്മാവിൻ്റെ സകലഭാവവും അഴിഞ്ഞു തണുത്തു ശമിച്ച് കേവലഭാവത്തിൻ്റെ വേരറ്റുപോയി മഹിതോജ്വലമായ ജ്യോതിസിൽ ആഴ്ന്നുപോകാൻ ഇടയാവണം. പരമേശ്വരൻ അണിയുന്ന തിരുനീറിന്, ദിവ്യവിഭൂതിയായി ഭസ്മത്തിന് സത്വരജോസ് തമോ ഗുണങ്ങളുടെ പ്രതീകാത്മതയുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉടലിൽ അണിയുവാനാണ് പരമേശ്വരൻ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉടലിൽ അണിയുന്നവനാണ് പരമേശ്വരൻ. അതുകൊണ്ട് തന്നെ ഏതോ ജീവാത്മാവും പരമേശ്വരനെ അകലമരാൽ അർച്ചന ചെയ്യണം. ഇവിടെ സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഒന്നായി കാണുന്നു. ഇവയ്ക്ക് ഹൃദയമല കൊണ്ടുള്ള അർച്ചനയും സമർപ്പണവും പുരുഷൻ നടത്തുകയാണ്. ഇതോടെ ഒരുവൻ്റെ ഇന്ദ്രിയപരമായ ആസക്തിയും കാമകാമനകളും അപ്രത്യക്ഷപ്പെടും. ദേഹാഭിമാനത്തിനും കാരണം ഇന്ദ്രിയപരാധീനതയാണ്. അതുതന്നെയാണ് അവിദ്യയുടെ ഹേതുവും. അതുതന്നെയാണ് അജ്ഞാനത്തിൻ്റെ അന്ധകാരവും. ഇതോടെ സകലഭാവവും അഴിഞ്ഞഴിഞ്ഞു പോകുന്നു. അതായത് സത്വ രജസ് തമോ ഗുണോന്നിതമായ മായാപ്രപഞ്ചത്തിൻ്റെ സകലഭാവവും അഴിഞ്ഞു പോകുന്നു. അപ്പോൾ സർവം ബ്രഹ്മമയം, ശിവമയം. ആത്മസമർപ്പണം ശിവോഹം എന്ന ചിന്ത ഉളവാക്കുന്നു. ഇന്ദ്രിയാനുഭൂതികളുടെ പിന്നാലെ പോകുമ്പോൾ ഇത് സാധ്യമാകുന്നില്ല. അതുകൊണ്ടാണ് അക്ഷമാരി സകലമഴിഞ്ഞു തണിഞ്ഞു എന്ന് പറയുന്നത്. ഇതോടെ സകലഭാവമാറി ആത്മശമനം ലഭിക്കുകയായി. സ്വാധിഷ്ഠാന നിമിത്തമുള്ള മനോജയമാവാം ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സു തണുത്താലും വീണ്ടും ഭാവസങ്കല്പനങ്ങൾ തലയുയർത്താം. അതുകൊണ്ട് സകലതുമഴിഞ്ഞ് സമ്പൂർണ്ണ ലാഘവത്വം കൈവരിച്ചെന്നെടുത്തു പറയുന്നു. സകല വാസനകളും അപ്രത്യക്ഷമായിരുത്തിയിരുന്നു. ശ്ലോകം 14. ശ്രീഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്നു ദീപം കപടയതിക്കു കരസ്ഥമാകുമീലെന്നു ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. 3 ലോകാതിർത്തികളും കടന്ന് എങ്ങും തിങ്ങിവിങ്ങുന്ന ത്രിപുടി നശിച്ച് തെളിഞ്ഞു വരുന്ന ദിവ്യ പ്രദീപം കപടസന്യാസിക്ക് കൈക്കലാവുകയില്ല എന്ന ഉപനിഷത്ത് വാചനത്തിൻ്റെ പൊരുളും രഹസ്യവും ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. ത്രിഭുവനം 3 ലോകം, ത്രിപുടി അറിയുന്നവൻ, അറിവ് അറിയപ്പെടുന്നത്, യതി സന്യാസി. അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന വസ്തു എന്നത് അഥവാ ആശയവിനിമയ ഘടകത്തോട് സാദൃശ്യപ്പെടുത്തുക. അറിവാണിവിടെ പ്രധാനം. അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അതിനങ്ങേ അറ്റത്തെ ഇങ്ങേയറ്റവും ആകാം. ചിലപ്പോൾ ക്രമം അറിയും വന്നു ചേരാം. അപ്പോൾ സംസ്ഥിതി
സംജാതമാവാം. ജ്ഞാനം, നേതാവ്, ജ്ഞാനവസ്തു എന്നൊക്കെ പറയുമ്പോൾ ഇക്കാര്യം സൂചിപ്പിക്കപ്പെടുന്നു. ഈ ത്രിപുടികൾ തമ്മിൽ ഭേദമില്ലാത്ത അവസ്ഥ, ഒന്നിൽ സമന്വയിക്കുന്ന ഒന്നായി തീരുന്ന അവസ്ഥ, അതാണ് ത്രിപുടി മുടിഞ്ഞ് തെളിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ത്രിത്വം ഏകത്വത്തിലാവുമ്പോൾ തെളിയുന്നത് ദീപമാണ്, മഹാജ്യോതിസാണ്. ഇതിന് ആത്മബോധമെന്നോ ആത്മസത്യമെന്നോ ബോധാത്മക പ്രകാശമെന്നോ പറയാം. ആ സ്വബോധപ്രകാശത്തിന് ഉജ്ജ്വല കാന്തിയുണ്ട്. ബോധപ്രദീപം ഒരിക്കലും ഒരു കപട സന്യാസിക്ക് കരഗതമാകില്ല. ഒരു യതിക്ക് ഒരിക്കലും കാപട്യത്തിൻ്റെ ലാഞ്ചനം ഉണ്ടാകാൻ പാടില്ല. ഈ കാപട്യം ത്രിപുടികളെ വിഭിന്നതയുടെ അഹന്തയിലേക്ക് വലിച്ചിഴയ്ക്കും. ഇവ അഹം 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 എന്നു പിരിയുമ്പോൾ ഏകത്വം സംഭവിക്കുന്നില്ല. അറിവ്, അറിയുന്നവൻ, അറിയുന്ന വസ്തു ഇവയൊക്കെ തന്നിലുണ്ടെന്ന അഹംബോധം ഉണ്ടാകുമ്പോൾ തനിക്ക് അറിവും അറിയുന്നവനും അറിയുന്ന വസ്തുവും ലഭ്യമല്ല. എന്നാൽ താൻ അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവാണെന്നും അതെല്ലാം ഒന്നു തന്നെയാണെന്നുമുള്ള ആത്മബോധത്തിൻ്റെ അഹങ്കാര നിർമുക്തമായ അദ്വൈതബോധമാണ് ആത്മാന്വേഷണ സത്യദർശനം. ബഹുഭൂരിപക്ഷം വരുന്ന പൗരോഹിത്യ വൈകല്യങ്ങൾക്കും ആധാരം ഈ ഭേദബോധമാണ്. ഭേദചിന്ത സന്യാസിമാരിലും ഉളവാക്കുന്ന ബ്രഹ്മവിരുദ്ധ സ്വഭാവം ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. സമർപ്പണബോധമില്ലാത്ത പൗരോഹിത്യത്തിൻ്റെ പൊള്ളവേഷങ്ങൾക്കു നേരെ ഉപനിഷത്തുക്കൾ വിരൽ ചൂണ്ടുന്നു. അഖണ്ഡബോധമാണ് ത്രിലോക സീമകളെ കവിഞ്ഞു വിളങ്ങേണ്ടത്. അഖണ്ഡബോധ സത്യം സർവാതിശയായി തെളിഞ്ഞു നിൽക്കേണ്ടതായാൽ അവിടെ ഭേദചിന്തയ്ക്ക് സ്ഥാനമേ ഇല്ല. ശ്ലോകം 15. പരയുടെ പാലു നുകർന്ന ഭാഗ്യവന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് പരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരം ആണ്ടുപോലെ തോന്നും. പരമാത്മജ്ഞാനം എന്ന പാലു നുകരുന്നവർ ഭാഗ്യവന്മാർ തന്നെ. അവർക്ക് 10,000 വർഷം ഒരല്പനിമിഷമായി അനുഭൂതമാകുന്നു. എന്നാൽ നമ്മുടെ അറിവും ചിത്തവൃത്തിയും അപരപ്രക്രിയയ്ക്ക് അധീനമായാൽ അരനിമിഷമായി 1000 ആണ്ടുപോലെ അനുഭവപ്പെടുകയും ചെയ്യും. പ്രപഞ്ചത്തിന് പരപ്രകൃതി അപരപ്രകൃതി എന്ന 2 അവസ്ഥാവിശേഷങ്ങളുണ്ട്. പരപ്രകൃതി പരാവിദ്യയെ സൃഷ്ടിക്കുമ്പോൾ അപരപ്രകൃതി അപരവിദ്യയെ സൃഷ്ടിക്കുന്നു. വിദ്യയും അവിദ്യയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പ്രസക്തമാണ്. പരപ്രകൃതി പ്രാപഞ്ചിക ബന്ധങ്ങൾ, അത് നിമിത്തമുണ്ടാക്കുന്ന ദുരിതങ്ങൾ, മോഹങ്ങൾ, ഭേദബുദ്ധി ഇവകളൊക്കെ ജനിപ്പിക്കുന്നു. ഞാൻ സന്യാസി, അയാൾ ശിഷ്യൻ, അയാൾ അജ്ഞാനി, ദരിദ്രൻ, ധനികൻ എന്നതൊക്കെ ഭേദബുദ്ധി ഉളവാക്കുമ്പോൾ അപരയുടെ വിളയാട്ടം സംഭവിക്കുന്നു. പരപ്രകൃതിയുടെ സാകല്യം അഖണ്ഡാദ്വൈതബോധം ഉണ്ടാക്കുന്നു. വ്യക്തിയെപ്പറ്റിയായാലും രാജ്യത്തെപ്പറ്റിയായാലും ഈ അഖണ്ഡബോധം പ്രസക്തമാണ്. പരപ്രകൃതി മോഹഭാവുകത്തെ ഇല്ലാതാക്കും. വിദ്യ അപരയാകട്ടെ അവിദ്യയും. ശ്ലോകം 16. അധിക വിശാലമൊരു പ്രദേശം ഒന്നായി നദി പെരുകുന്നത് പോലെ വന്നു നാഥം. ശ്രുതികളിൽ വീണു തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അധിക വിശാലമായ മരുപ്രദേശത്തിലാകെ നദി പെരുകിപ്പാഞ്ഞു വന്നു പരക്കുന്നത് പോലെ നാദം ശ്രുതികളിൽ വന്നു വീണ് ഹൃദയക്കണ്ണ് തുറക്കുകയും ചെയ്യും. സംയമനം ശീലിച്ച് ഇപ്രകാരമുള്ള നാദബ്രഹ്മമാധുര്യം അനുഭവിക്കുന്ന യതിവര്യനായി തീരണം. കാമകാമനകളും ഭേദചിന്തയും തതുപരു അവിദ്യയും വെടിഞ്ഞു കഴിയുമ്പോൾ ഹൃദയലാഘവത്വവും ആകാശതുല്യം ജ്യോതിരൂപമായി വിശാലതയും കൈവരിക്കും. ഇതാണ് ഗുരു മരുഭൂമി സമ്മാനം എന്ന് പറയുന്നതിന് പൊരുൾ. ഇവിടേക്ക് നദി പെരുകി ഒഴുകി പരക്കുമ്പോഴുണ്ടാകുന്ന കുളിർമയും ആർദ്രതയും വ്യംഗ്യം. നദി ജലസമ്പ്രദാൽ ധന്യമാണ്. ജലമാകട്ടെ ജീവകണങ്ങൾ ചേർന്നതും. നദീപ്രവാഹം പോലെ നാദം ശൂന്യതയിൽ അമൃത് വർഷിക്കുന്നു. നാദം ശ്രുതികളിൽ വീണ് അക്ഷി തുറപ്പിക്കുന്നു. ശ്രുതിക്ക് കാത്, വേദമെന്നൊക്കെ അർത്ഥമുണ്ട്. കാതുകളിൽ വീണ് കണ്ണ് തുറപ്പിക്കുന്നു. പ്രാണശക്തിയുടെ പ്രവാഹവും കുണ്ടലിനിയുടെ ഉണർവും ഉള്ളിലുണ്ടാകുന്ന അനേക വിധിപ്രകാരവും ശബ്ദവും മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഷഡാധാരങ്ങളുടെ പ്രാണശക്തി ആജ്ഞാചക്രത്തിലെത്തുന്ന അനുഭൂതി നിർഭരമായ അവസ്ഥാവിശേഷം പെട്ടെന്ന് മരുഭൂമിയിലേക്ക് നാദതരംഗിതമായി നദീപ്രവാഹത്തിന് തുല്യമാകുന്നു. ഇതോടെ മനക്കണ്ണ് തുറക്കുകയായി. യഥം സംയമം നേടിയ യതിവരനുണ്ടാകുന്ന വിശിഷ്ടമായ അനുഭവമാണിത്. പ്രാണശക്തിയുടെ പ്രസരം സുഷുമ്നയിലൂടെ കടന്നു പ്രസരിക്കുമ്പോൾ 8 തരം നാദങ്ങൾ ഉളവാകുമെന്നതാണ് പണ്ഡിതമതം. മണിനാദം, പെരുമ്പറനാദം, ശംഖുധ്വനി, വീണാനാദം, ഓടക്കുഴൽനാദം, മൃദംഗനാദം, ഭേരിനാദം, ഇടയ്ക്ക തുടങ്ങിയവയിൽ ഇതിൽ പെടുന്നു. ഇത് അനാഹതധ്വനിയുടെ ബ്രഹ്മതേജസ്സും സംജാതമാകുന്നു. കണ്ണ് തുറക്കുമെന്നതുകൊണ്ട് ഈ ബ്രഹ്മജ്ഞാനപ്രകാശമാണ് സൂചിപ്പിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് ബൈബിളും
നാദബ്രഹ്മത്തെ ഓങ്കാരമെന്ന ആദിപ്രണവത്തെപ്പറ്റി ഉപനിഷത്തുക്കളും സൂചിപ്പിക്കുന്നത് ഈ ബ്രഹ്മസ്വരൂപമായ നാദത്തെയാണ്. ശ്ലോകം 17. അഴലേഴും മഞ്ചിതാർന്നു രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കിയാത്മാ നിഴലുരുവാരുയെരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വൃത്തിയത്രേ. ദുരിതങ്ങളുടെ 5 ഇതളുകളും 2 തട്ടുകളിലായിട്ട് ചുറ്റും ആദിയില്ലാത്ത ഒരു വിളക്ക് തൂക്കി ആത്മാവ് നിഴലാകുന്ന ശരീരത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വിളക്കിലുള്ള നെയ്യാകട്ടെ പഴകിയ വാസനകളാണ്. തിരികളോ ചിത്തവൃത്തിയാകുന്നു. 5 തിരി കത്തുവാനുള്ള 5 ഇതളുകൾ. ഈ തൂക്കുവിളക്കിന് 2 നിലയുണ്ട്, തട്ടുകളുണ്ട്. വിളക്കിന് ചുവട്ടിൽ നിഴലുണ്ട്, അതാണ് ശരീരം. തിരി കത്താനുള്ള നെയ്യാകട്ടെ പഴകിയ വാസനകളാണ്. പ്രവൃത്തികളും ചിത്താവൃത്തികളും തിരികളായി കൽപ്പിച്ചിരിക്കുന്നു. 5 ഇതളുകൾ എന്ന് സൂചിപ്പിക്കുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, കാത് എന്നിങ്ങനെയുള്ള ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇവ ഓരോന്നും അഴലുകളാണ് സൃഷ്ടിക്കുന്നത്. പ്രാപഞ്ചിക ദുഃഖങ്ങളുടെ അടിസ്ഥാന ചാലുകൾ ഇവ തന്നെ. ഈ വിളക്കിൻ്റെ 2 തട്ടുകൾ ഒരുപക്ഷെ സൂക്ഷ്മസ്ഥൂല ശരീരങ്ങളാകാം. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്നിവ 2 തട്ടുകളായി കണക്കാക്കുന്നവരുമുണ്ട്. ആത്മദീപമാണ് എരിയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ദീപചാലുകളിൽ പഴകിയ വാസനയുടെ എണ്ണയിൽ ജീവവൃത്തികളുടെ തിരികൾ എരിയുകയാണ്. ശ്ലോകം 18. അഹം ഇരുളല്ലിരുളാകിലന്തരായി നാം അഹമെന്നറിയാതിരുന്നിഴേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്നറിവതെങ്ങനെ ആർക്കും ഓതിഴേണം. പ്രാപഞ്ചിക ജീവിതം ആത്മാവായി സകലിലും പ്രകാശിക്കുന്നുണ്ട്. അതാ സദാ ഞാൻ എന്നീ ബോധത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഈ അഹം ബോധത്തിൻ്റെ സ്ഥിതിയാണ് പദ്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. അഹം അഥവാ ഞാൻ എന്നത് കേവലം ഇരുളല്ല. ഇരുളിൻ്റെ ശൂന്യതയായിരുന്നെങ്കിൽ നാം അന്ധകാരത്തിൽ അന്ധമായി അഹം അഹം എന്ന് അറിയുമായിരുന്നില്ല. ഞാനുണ്ട് എന്ന ബോധം നമുക്കുള്ളത് തന്നെയാണ് ഞാൻ എന്നത് ഇരുളാകാതിരിക്കുന്നത്. ഇത് അറിയുന്നതിനാണ് ആത്മോപദേശം സംയുക്തികം ആർക്കു വേണ്ടിയും ചെയ്യാൻ കഴിയുന്നത്. ഞാനുണ്ടെന്ന ബോധമാണ് സകല കർമ്മങ്ങൾക്കും ആധാരം. അതിനാൽ ഞാൻ കേവലമെന്ന ബോധം അന്ധകാരമല്ലെന്ന് വ്യക്തം. ഞാൻ എന്ന ഉണ്മ നശിച്ചാൽ പ്രാപഞ്ചിക കർമ്മങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാനാകൂ. ശ്ലോകം 19. അടിമുടിയറ്റമേതുണ്ടി തുണ്ടതുണ്ടേ നടിയിടും ആദിമ സത്തയുള്ളതെല്ലാം ജഡമിതു സർവമാം നിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമാന്യമാമോ. അടിമുടി, അതുണ്ട്, ഇതുണ്ട് എന്നിങ്ങനെ നാം വ്യവച്ഛേദിച്ചു പറയുമ്പോൾ ഒരാദിമ സത്തയുണ്ടെന്ന് അടിയുറപ്പിക്കുകയാണ്. ഉണ്മയുള്ള ഏതു വസ്തുവിനും ആധാരമാണ് സത്ത ഉണ്ടാകുന്നത്. ഉള്ളതെല്ലാം ജഡമാണ്, സർവവും അനിത്യം തന്നെ. ജലത്തിൻ്റെ സത്തയെ വിട്ട് അന്യമായ നിലനിൽപ്പ് തിരക്കുണ്ടാവുമോ? ഇത് മൂക്ക്, ഇത് കണ്ണ്, അത് വൃക്ഷം, ഇത് മൃഗം, ഇങ്ങനെ നാം ഉള്ളതിനെ വ്യവച്ഛേദിക്കുമ്പോൾ അവയുണ്ടെന്നുള്ള ചിന്തയാണ് ആധാരമായി നിൽക്കുന്നത്. എന്നാൽ ഇത് ഒരാദിമസത്തയുടെ ആധാരം അരക്കിട്ടുറപ്പിക്കുകയാണ്. ഉള്ളതെല്ലാം ജഡവും അനിത്യവുമാണ്. ആദിമസത്തയുടെ വിഭിന്ന ഭാവങ്ങളും രൂപങ്ങളാണ് ഇവ. ഈ വിഭിന്നതയാണ് ഇവയെ ജഡമാക്കി മാറ്റുന്നത്, അനിത്യമാക്കുന്നത്. അതിനും ആധാരമായ ആദിമസത്തയെ നാം അറിയുന്നില്ല. വാസ്തവത്തിൽ അതൊന്നേ ഉള്ളൂ. അത്, ഇത് എന്നൊക്കെ പറയുമ്പോൾ പലതായി പല നാമരൂപങ്ങളായി തോന്നിപ്പിക്കുന്നു. പൂർണ്ണമിതം പൂർണ്ണമത എന്നിടത്ത് ഇതും അതും പൂർണ്ണമാകാൽ ഒന്നേയുള്ളൂ. സമ്പൂർണ്ണ എന്നാണ് ഈശവാസ്യം സമർപ്പിക്കപ്പെടുന്നത്. തിര കാണുമ്പോൾ നാം അതിൻ്റെ ഇരമ്പൽ, രൂപം തുടങ്ങിയവ ശ്രദ്ധിക്കുന്നു. ആ തിര വലുത്, ആ തിര ചെറുത്, അതിങ്ങെത്തിയില്ല, ഇത് ഇങ്ങനെയൊക്കെ പറയാം. ഇവിടെ തിരയുടെ നിത്യസത്തയും ചേതനാരൂപവുമായ ജലം വിസ്മരിക്കപ്പെടുന്നു. ഇതുപോലെയാണ് അനിത്യമായ ജഡചിന്തകൾ. ജലത്തെ വിട്ട് തിരയ്ക്ക് പ്രസക്തിയില്ലെന്നത് അറിയണം. അതിനാൽ ഈ പ്രപഞ്ചത്തിന് പ്രത്യക്ഷമായ സത്തയ്ക്കപ്പുറം അതിനും ആധാരമായ പരോക്ഷമായ ഒരാദിമസത്തയുണ്ട്. ഇത് ചൈതന്യവത്താണ്, നിത്യമാണ്. ശ്ലോകം 20. ഉലകിനു വേറൊരു സത്ത ഇല്ലതുണ്ടെന്നുലകു ഉരപ്പതു സർവമുഖഹീനം ജളനു വിലേശനമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. പ്രപഞ്ചത്തിന് ആദിമാധാര സത്തയിൽ നിന്നും വിഭിന്നമായ മറ്റൊരു സത്ത ഇല്ല തന്നെ. അല്ല, അങ്ങനെ ഒന്നുണ്ടെന്ന് മാലോകർ വാദിച്ചാലും അത് യുക്തിഹീനമാണ്. വിഡ്ഢിക്ക് പാമ്പെന്ന് തോന്നിയാലും സുന്ദരമായ പൂമാല പൂമാലയല്ലാതെ പാമ്പായി തീരുമോ? പാമ്പാണെന്ന് യുക്തിയുക്തം സമർപ്പിക്കാനാകുമോ? പ്രപഞ്ചത്തിന് കാരണമായ ആദിമസത്തയിൽ നിന്ന് വിഭിന്നമായ മറ്റൊരു ശാശ്വത സത്തയിൽ ഇല്ലെന്ന് തന്നെ പറയാം. അപ്രകാരം പല രൂപത്തിൽ പല സത്തകളായി ഇന്ദ്രിയഗോചരമായ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ച് ഇതാണുള്ളത്,
എന്ന് മാലോകരാകെ പറഞ്ഞാലും അത് യുക്തിഹീനമാണ്. യുക്തിക്ക് നിരക്കാത്തത് ധാരണയിൽ സ്ഥിരമായി നിർത്തുക സാധ്യമല്ല. അതുകൊണ്ട് ഈ വാദഗതി ഊനാഹീനമാണ്. മലർമാലയെ നാഗമായി ഭ്രമിക്കാൻ കാരണം പുറംകണ്ണിലുണ്ടായ ഇരുളാണ്. മറ്റൊരു തിമിര രോഗിക്ക് ഇതേ മാല തന്നെ വാഴനാരായി, കയറായി ഒക്കെ അനുഭവപ്പെടാം. അങ്ങനെ പലർ പലതായി വാദിക്കുന്നത് ശാശ്വത സത്യമായ ഒരേ ഒരു മലർമാലയെ പറ്റിയാണ്. മലർമാലയാണത്, അതുമാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ വിലപ്പെട്ടൊന്നും വരില്ല. എന്നാലും തിരയെന്ന് പറയുമ്പോഴും തിരയല്ല ജലരൂപഭേദമാണെന്നതും പാമ്പ് പാമ്പ് എന്ന് പറയുമ്പോഴും അത് മാല മാല എന്നാണ് ആത്മജ്ഞാനികൾ അറിയേണ്ടത്. പൂമാല ഒരിക്കലും പാമ്പായി മാറുകയില്ല. ശാശ്വത സത്യാന്വേഷകർ ധീരമായി തങ്ങളുടെ ആത്മജ്ഞാനത്തിൽ വിശ്വസിക്കുന്നു. ശ്ലോകം 21. പ്രിയമൊരു ജാതീതൻ പ്രിയം ത്വദീയ പ്രിയം മപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയപര പ്രിയം എന്നറിഞ്ഞിഴേണം. പ്രിയം അഥവാ ഇഷ്ടം എന്നത് ഏകമാണ്. അത് വാസ്തവത്തിൽ ലോകത്തെവിടെയും ഒരു ജാതിയേ ഉള്ളൂ. പക്ഷെ ഇതെനിക്ക് പ്രിയം, അത് നിനക്ക് പ്രിയം, ഇനിയും അയാൾക്ക് മറ്റേത് പ്രിയം എന്നൊക്കെ പറയുന്നത് കേവലം ഭ്രമമാണ്. ഏകപ്രിയമേ ഉണ്ടാകൂ എന്നിടത്ത് അനേക പ്രിയം തോന്നുന്നതും ഉണ്ടെന്ന് കരുതുന്നതും ഇഷ്ടാനിഷ്ട വിഷയമായി ഭവിക്കുന്ന ഭ്രമമാണെന്നും അർത്ഥം. എൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെയും ഇഷ്ടം, അന്യൻ്റെ ഇഷ്ടം തന്നെയാണ് എൻ്റെയും ഇഷ്ടം എന്ന ചിന്തയാണ് വാസ്തവത്തിൽ വിവേകശാലിയിൽ ഉദിക്കുന്നത്. എനിക്കിഷ്ടമുള്ളത് അന്യർക്കിഷ്ടമുള്ളത് എന്നിങ്ങനെയുള്ള വിഭിന്നതകളാണ് ഈ ലോകത്തിലെ സകല കലാപങ്ങൾക്കും കാരണം. പ്രിയം ഒരു ജാതിയേ ഉള്ളൂ എന്ന ആദ്യം തന്നെ ഉറപ്പിച്ചു പറയുന്നത് ഇതുകൊണ്ടാണ്. തദീയ പ്രിയം മരപ്രിയം, നിനക്കിഷ്ടം മറ്റൊന്നിനോടുള്ളതാണ്. തൻ പ്രിയം അപരപ്രിയം, സ്വന്തം പ്രിയം അപരന് പ്രിയമായവ ആയി മാറ്റേണ്ടി വരുന്ന സുഖസമഷ്ടി ജീവിതത്തിൻ്റെ ആവശ്യത ഗുരു അരുളുന്നു. തനിക്കിഷ്ടം ഒന്ന്, അന്യനിഷ്ടം മറ്റൊന്ന്, ഒരു നാഴി മറ്റൊരു വഴിയിൽ കടക്കുകയില്ല. ഈ പ്രശ്നമാണ് ആഗോളനാശം വരെ എത്തുന്നത്. ജീവിതം സ്വാർത്ഥമാകുമ്പോൾ ഇങ്ങനെ കൂട്ടിമുട്ടാതെ സാകല്യം നേടാതെ അനവധി പ്രിയങ്ങൾ ഉടലെടുക്കുന്നു. അനേകങ്ങളുടെ വിളയാട്ടം ഒരിക്കലും ഒന്നായി ലയിക്കുന്നില്ല. മതത്തിൻ്റെ, ജാതിയുടെ, ധനത്തിൻ്റെ, പ്രത്യയശാസ്ത്രത്തിൻ്റെ വിഭിന്ന രുചികളാണ് ഭൗതിക ദുരിതങ്ങൾക്ക് ആധാരം. ശ്ലോകം 22. പ്രിയം അപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയമതിനാൽ നരനു നൽകും ക്രിയപ്രിയ ഹേതുവായി വരേണം. അന്യൻ്റെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം, അപ്പോൾ എൻ്റെ പ്രിയമാകും അന്യൻ്റെയും പ്രിയം. ഇപ്രകാരമുള്ള നയം മനുഷ്യർക്ക് നന്മയുണ്ടാക്കുന്ന കർമ്മമായി മാറുന്നു. ഈ കർമ്മങ്ങളായിട്ട് തൻ്റെ എന്നതുപോലെ മറ്റുള്ളവരുടെയും ഇഷ്ടങ്ങൾ കാരണമായി വരികയും വേണം. ശ്ലോകം 23. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലും ചെയ്തിടുന്നു. കൃപണനതോ മുഖനായി കിടന്നു ചെയ്യും അപജ കർമ്മം അവനു വേണ്ടി മാത്രം. കൃപാലുക്കൾ അന്യനു വേണ്ടി രാപ്പകലില്ലാതെ നിസ്വാർത്ഥമായി പ്രയത്നിക്കുന്നു. സ്വാർത്ഥമതിയാകട്ടെ അധോമുഖനായി തന്നിലേക്ക് മാത്രം മുഖം തിരിക്കുന്നവൻ. അതിക്രമിച്ച് ചെയ്യുന്ന അപജയ പ്രവൃത്തികൾ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഓർക്കുക. ശ്ലോകം 24. അവനിവനെന്നറിയുന്നത് ഓർക്കയാൽ അവനിലാദ്യമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. അവൻ ഇവൻ എന്നൊക്കെ പറയുന്നതും അറിയപ്പെടുന്നതും ആലോചിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ആദിമമായ ആത്മരൂപം ഒന്ന് മാത്രമാണ്. അതുകൊണ്ട് അവനവൻ സ്വന്തം സുഖത്തിനായി അനുഷ്ഠിക്കുന്ന ഓരോന്നും അപരനു സുഖത്തിനായി ഭവിക്കുകയും വേണം. ശ്ലോകം 25. ഒരുവനു നല്ലതും അന്യ നല്ലതും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നു ഒരരിനാരകബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഒരുവനു നന്മയും മറ്റൊരുവന് ദുരിതവും നൽകുന്ന പ്രവൃത്തി ആത്മവിരോധിയാണ്. ആത്മബോധത്തെ തടയുകയും ഹനിക്കുകയും ചെയ്യുന്നതാണ്. ഇത് എപ്പോഴും ഓർക്കേണ്ടതാണ്. അന്യന് ദുരിതങ്ങളും പരിതാപങ്ങളും നൽകുന്നവൻ എരിയുന്ന നരകക്കടലിൽ വീണെരിഞ്ഞു പോകാൻ ഇടയാകും. ശ്ലോകം 22. പ്രപഞ്ചത്തിൻ്റെ വിരുദ്ധമായ നിലനിൽപ്പിനാധാരം ഭൗതിക നേട്ടമല്ല, അതിഭൗതിക ക്ലേശങ്ങളും അതൃപ്തിയും വർദ്ധിപ്പിക്കുകയേ ചെയ്യൂ. അതിനാൽ ആത്മസുഖമാണ് ഏവരും കാക്ഷിക്കുന്നത്. ഇന്ദ്രിയവശമായ ലൗകിക സുഖാഭിലാഷങ്ങൾ അനുദിനം സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്ന് മോചനം എന്നതിനായി ദൈവനാമം ഉച്ചരിച്ച് ലേശമെങ്കിലും സ്വസ്ഥത കൈവരിക്കാൻ സാധാരണ മനുഷ്യൻ ശ്രമിക്കാറുണ്ട്. വ്രതം, പൂജ, നോമ്പ്, ആരാധന, വചനപ്രഘോഷണം, നമസ്കാരം ഇങ്ങനെ പലരും പല വഴി തേടുന്നു. ലക്ഷ്യം ഒന്ന് തന്നെ, ആത്മസുഖം. എന്തായാലും നിത്യ നൈമിത്യ കർമ്മങ്ങളാണ് ഈ ആത്മവേദനകൾക്കൊക്കെ
സ്വക്രിയ പ്രിയങ്ങൾക്കും വേണ്ടി നെയ്തുകൂട്ടുന്നവയാണ്. ആ വലയിൽ തന്നെ നാം കുടുങ്ങി വേദനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അന്യൻ്റെ ഇഷ്ടം തൻ്റെയും ഇഷ്ടമായി കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കുന്നവർക്ക് എന്തെല്ലാം നൈമിത്യ ക്ലേശങ്ങളുണ്ടായാലും ആത്മസുഖം ലഭിക്കുകയും ചെയ്യുന്നു. ഭൗതിക സുഖങ്ങൾ താൽക്കാലികമായി നൽകുന്ന സുഖം നൽകുകയും ആത്മദുഃഖം അവശേഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആത്മസുഖം അപരപ്രിയം ചെയ്യുന്നവർക്കായി ബാക്കിയായി നിലനിൽക്കുന്നു എന്നർത്ഥം. സ്വകീയ പ്രിയം, പ്രിയകരമ ആത്മധർമ്മം എന്തെല്ലാം താൽക്കാലിക ലൗകിക നേട്ടമുണ്ടായാലും ആത്മധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ആത്മസൗഖ്യം ലഭിക്കുന്നില്ല. നാം അന്യനു വേണ്ടി ചെയ്യുന്ന ക്രിയകൾ നന്മകളെ ഉളവാക്കൂ. നരനു നന്മ നൽകും ക്രിയകൾ, പ്രവൃത്തികൾ അന്യനു പ്രിയങ്കരമായതിനു കാരണമാകണം. ഇതു ഗുരു തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കാണിച്ചു കൊടുത്തു. ശ്ലോകം 23 രാപ്പകലില്ലാതെ പ്രയത്നിക്കുന്നവൻ എന്നു നാം പലപ്പോഴും പലരെ പറ്റിയും പറയാറുണ്ട്. മഹനീയമായ ഒരു ഗുണമായാണിത് കണക്കാക്കപ്പെടുക. എന്നാൽ ഇതിൽ പലരും സ്വന്തം കുടുംബം, ബന്ധുമിത്രാദികൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ രാപ്പകൽ ചെലവഴിക്കുന്നത്. പക്ഷെ തികച്ചും അന്യന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരുമില്ലേ? ഉണ്ട്. അവരുടെ രാപ്പകലുകൾ കേവല സ്വാർത്ഥപരമായി വിനിയോഗിക്കപ്പെടുന്നില്ല. ആ ത്യാഗത്തിൻ്റെ മുതലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സകല ദുഃഖങ്ങളും. അതുകൊണ്ട് അത്തരം ആൾക്കാരെ കൃപാലുക്കൾ എന്ന് തന്നെ പറയണം. അവർ കൃപണത കൈവിട്ടവരാണ്, ഉദാരമതികളാണ്, കാരുണ്യം ആത്മസമത്തായ നിസ്വാർത്ഥമതികളാണ്. ശ്ലോകം 24 അവൻ, ഇവൻ, അത്, ഇത് എന്നൊക്കെ നാം തിരിച്ചു പറയുന്നതെല്ലാം ആദിമമായ ഒരേ ഒരു ആത്മരൂപണമാണ്. ആ, ഈ എന്നൊക്കെ വേറിട്ട് ചൂണ്ടുമ്പോൾ അകന്നകന്നു പോകുന്നു. ആത്മാംശങ്ങൾ അവൻ, ഇവൻ തന്നെ, അവൻ, അതും ഇതുമൊക്കെ ഒന്ന് പറയുമ്പോൾ ഒന്നിലത് അലിഞ്ഞു ചേർന്ന് ആദിമമായ ആത്മരൂപത്തിൽ വിലയിക്കുന്നു. അതിനാൽ ദ്വൈതചിന്ത വെടിഞ്ഞ് സർവം ബ്രഹ്മമയം എന്ന അദ്വൈതഭാവത്തിൽ നിലീനമാകണം ചിത്തവൃത്തി. അവൻ, ഇവൻ എന്നത് വിട്ട് അവനവൻ എന്ന ആദ്യം കരുതുക. അവിടെ ഓരോരുത്തരും എന്ന അർത്ഥമുണ്ട്. അതോടൊപ്പം അവൻ തന്നെ എന്ന പൊരുളും പ്രസക്തമാണ്. അവൻ, ഇവൻ എന്ന ചിന്തയില്ലാതെ സർവവും ഞാൻ, സർവ്വതും അവൻ എന്ന ഏകഭാവ ചിന്തയുള്ളവരുടെ കർമ്മങ്ങൾ സർവ്വസുഖാചരണത്തിനായി വിനിയോഗിക്കുന്നു. അതുകൊണ്ട് ആത്മസുഖഹേതുവായ കർമ്മം തനിക്കെന്നതുപോലെ അപരന്റെ സുഖത്തിനായി ഉതകുന്ന കർമ്മമാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽവക്കാരനെയും സ്നേഹിക്കുക എന്ന ബൈബിൾ വാക്യം ഇവിടെ ആത്മസുഖാനുഭവത്തിന് നിദാനമായി വർത്തിക്കുന്നത് ഓർക്കാം. ശ്ലോകം 25 ഒരുവന് നല്ലത് അന്യന് അല്ലൽ ഇങ്ങനെയുള്ള തൊഴിൽ ആത്മവിരോധിയാണ്. തനിക്ക് നല്ലത് മറ്റുള്ളവർക്ക് നല്ലതായി ഫലിക്കുന്നുണ്ടോ എന്നത് ഏതൊരു ക്രിയയ്ക്കും തൊഴിലിനും ആത്മാവായി വർത്തിക്കണം. വ്യക്തിസുഖം വൃഷ്ടി സുഖമാകുന്നില്ലെങ്കിൽ അതിൽ പരം ദുരിതം മറ്റൊന്നില്ല. ഏറ്റവും വലിയ യാതന നരക അനുഭവമാണെന്നാണ് സങ്കല്പം. സ്വന്തം നേട്ടത്തിനുതകുന്ന കാര്യം അന്യജീവിതങ്ങളെ ദുരിതത്തിൽ പതിപ്പിച്ചു കൊള്ളുന്നതാണെങ്കിൽ അതാണ് വലിയ പാപം. അന്യജീവനുതകി സ്വജീവിതം വിവേകികൾ ധന്യമാക്കുമെന്ന് ആശാൻ വർണ്ണിക്കുന്നു. ഇതിനു പകരം മറ്റുള്ളവരുടെ കണ്ണീരിലും യാതനയിലും സുഖഭോഗങ്ങളുടെ എടുപ്പുകൾ ഉയർത്തുന്നവൻ എരി നരകാപ്തിയിൽ പതിക്കുക തന്നെ ചെയ്യും. ഇതൊരു ശാപവാക്കായി തന്നെ നാം കണക്കാക്കണം. ഗുരു അത്രയേറെ ഇതിനെ വെറുക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പാപം അന്യനെ വേദനിപ്പിക്കലാണ്. വിശക്കുന്നവന് ആഹാരം നൽകണം, അത് ഫലത്രയം ഉളവാക്കും. എന്നാൽ അതിൽ വിഷം കലർത്തി കൊടുത്താലോ അവൻ എരിനരകാപ്തിയിൽ പതിച്ചിടുന്നു. വഞ്ചന, പരപീഡനം ഇവയൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പാപങ്ങളാണ്. മദ്യം നിർമ്മിക്കുന്നതും കൊടുക്കുന്നതും ഒരുവന് നല്ലതാകാം, അത് ഭൗതിക നേട്ടം ഉണ്ടാക്കാം. എന്നാൽ മറ്റൊരുവന് അത് അല്ലലാണ് ഉളവാക്കുന്നതെങ്കിൽ അത് എടുക്കരുത്, കൊടുക്കരുത്. അപ്പോൾ കുടിക്കുകയുമില്ല, ഉൽപാദനവും വിതരണവും ഇല്ലാതായാൽ ഉപഭോഗം ഇല്ലാതാകും. അതിനാൽ വിഷമാണത്, അത് ആത്മവിരോധിയാണ്. കാരണം തനിക്കും അന്യനും ഒന്നുപോലെ ഗുണമുണ്ടാക്കുന്നതാണ് ആത്മസ്വാതന്ത്ര്യം. ഒരിടത്ത് ഗുണവും അത് തന്നെ മറ്റു പലയിടത്തും ദോഷമാകുന്നത് ആത്മവിരോധിയാണ്. ആത്മാവ് തടയപ്പെട്ടാൽ പിന്നെ അവിടെ ആത്മസുഖം. അറിയാതെ അവർ നാരകീയാനുഭവങ്ങളിൽ വീണടിഞ്ഞ് എരിഞ്ഞു പോകും. ആത്മവിരോധിയായ തൊഴിൽ അനുഷ്ഠിക്കുന്നവന് വിധിക്കപ്പെട്ടത് അഗ്നിക്കടലാണ്, എരിനരകാപ്തിയാണിത്. ഇവിടെ വീണു ചുട്ടുപൊള്ളി ഉഴലുന്നവർ അനുനിമിഷം എരിയുകയാണ്. വീണ്ടും വീണ്ടും എരിഞ്ഞ് ദുരിതം അനുഭവിക്കാൻ വേണ്ടി ജീവൻ ബാക്കി നിൽക്കുന്നു എന്ന് ധ്വനി. കാരണം മരിക്കുന്നു എന്ന് പറയുന്നില്ല, മരിക്കാതെ മരിക്കുന്നു, പൊള്ളി ഉഴലുന്നു. ഈ പദ്യത്തിന് ഏറെ സാമൂഹിക പ്രശസ്തിയുണ്ട്. അന്യന് ദുരിതം വിതയ്ക്കുന്നവർക്ക് ഇതാണ് അനുഭവം എന്നുള്ള ആത്മോപദേശം സകല വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും മതഗ്രന്ഥങ്ങളും തത്വസംഹിതകളും അടിവരയിട്ട് പറയുന്നു. ഈ ആത്മനാശത്തിൻ്റെ തുടക്കമാകട്ടെ അവൻ, ഇവൻ അഥവാ എന്നൊക്കെയുള്ള ഭേദചിന്തയാണ് താനും.